അപ്പോൾ അതാണ് ബേസിക്കലി ഗ്യാങ് ആർ പി. അപ്പോൾ ഈ ഗ്യാങ് ആർ പി എന്ന് പറയുന്ന ഒരു സാധനം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ ആർ പി എന്ന് പറയുന്ന സാധനം ഇൻ ഗെയിമിൽ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാർ തമ്മിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സാധനമാണ്. പക്ഷെ രണ്ട് ഗ്യാങ്സ് തമ്മിൽ എപ്പോഴും നടക്കുന്നത് എന്താണ്? അടി, ചീത്തവിളി, ബഹളം, വാറ്, വെടിവെപ്പ്, ഇതൊക്കെയാണ് നോർമലി ഒരു ഗ്യാങ് ആർ പി എന്നുകൊണ്ട് നടക്കണ ഒരു സാധനം എന്ന് പറയാം. അപ്പം ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, യെസ്, നിങ്ങൾ ടി വി എ കെ വി എ വിട്, അതെല്ലാം വിട്, ടി വി എ കെ വി എ എല്ലാം വിട്, ടി വി എ കെ വി എല്ലാം വിട്ടോ. വേറെ ഗ്യാങ്സുകൾ തമ്മിൽ സിറ്റിയിൽ വാർ ഉണ്ടാവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളി ഉണ്ടാവാറുണ്ട്, അടി ഉണ്ടാവാറുണ്ട്, കണ്ടന്റ് ഉണ്ടാവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് ഇടുന്നുണ്ട്, അങ്ങനത്തെ കുറെ ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ നോർമലി രണ്ട് ഗ്യാങ്സ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടല്ലേ കേസ്? നമ്മൾ ടി വി എ കെ വി എ സിറ്റുവേഷൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കണക്കാക്കുക. നിങ്ങൾ കണ്ടിട്ടല്ലേ ബാക്കി ഗ്യാങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്നത്, അല്ലെ ബാക്കി ഗ്യാങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് ഇടുന്നത്, ബാക്കി ഗ്യാങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതും തെറി വിളിക്കുന്നതും FRP ചെയ്യുന്നതും എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇഷ്ടം പോലെ. അത് അപ്പം എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു സാധനത്തിന്റെ ഒരു, അതായത് നമ്മൾ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗെയിമിന്റെ വളരെ നാച്ചുറൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ നിന്ന് ടി വി എന്താണ് വ്യത്യസ്തമാക്കുന്നതെന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നിന്ന് ടി വിയെ വ്യത്യസ്തമാക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനത് അഹങ്കാരവും അങ്ങനൊന്നും പറഞ്ഞുകൊണ്ട് പറയുമല്ല, നമ്മൾ കുറച്ച് വ്യൂവർഷിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളായിട്ടൊരു സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ഇത് കുറെ ആൾക്കാർ കൂടെ അറിയും. അതായത് നിങ്ങൾ പബ്ലിക്കും കൂടെ അറിയും. മനസ്സിലായോ? നിങ്ങൾ പബ്ലിക്കും കൂടെ അറിയും. നമ്മൾ ഒരാളെ പുഴിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ഒരു കണ്ടന്റ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഗ്യാങ് ഇത് അറിയുമ്പോൾ നിങ്ങൾ കുറച്ച് പേരും കൂടെ അറിയും. അപ്പം നിങ്ങൾ അത്രയും പേരുടെ അത്ര ഓഡിയൻസിന്റെ മുമ്പിൽ കൂടെ, ഇപ്പം ഫാൻ ബേസ് ഇല്ലാത്ത രണ്ട് ഗ്യാങ്ങുകൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ടി വിക്കെതിരെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ഇടുമ്പോഴും ബാക്കിയുള്ള ഇതെല്ലാം ഇടുമ്പോഴും കുറേ ആൾക്കാർ അതിലോട്ട് അറിയുന്നുണ്ട്. ഇവർക്ക് പെട്ടെന്ന് ഈഗോ വരും. മനസ്സിലായോ? ഇവർക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ഈഗോ വരും. ഓക്കെ, അവൻ എന്നെ അത്രയും പേരുടെ മുമ്പിൽ നാറ്റിച്ചു, അവൻ എന്നെ എത്ര പേരുടെ മുമ്പിൽ നാറ്റിച്ചു എന്നുള്ളൊരു സാധനം അവരുടെ മനസ്സിൽ വരും. ഇത് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു ടൈപ്പ് ഓഫ് രീതിയിൽ കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? അത് കുറേ ആൾക്കാരെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കണ്ടന്റ് ഇട്ടാലും കണ്ടന്റ് ഇട്ടില്ലെങ്കിലും എല്ലാം അത് ഇത്രയും പേര് കാണുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ മെയിനായിട്ട് ഞാൻ ഇന്ന് വന്ന് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ടി വി ഓഡിയൻസിന് അല്ലെങ്കിൽ കെ വി ഓഡിയൻസിന് അല്ല ആയിക്കോട്ടെ ആർക്കും ആയിക്കോട്ടെ, നിങ്ങൾ ടി വി ഓഡിയൻസിന് 2 വർഷം 1.5 വർഷം മുമ്പ് നടന്ന കെ വി വേഴ്സസ് ടി വി സിറ്റുവേഷന് ഒരു എക്സ്പ്ലനേഷൻ ഇനി നിങ്ങൾക്ക് വേണോ? അല്ല, എനിക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കാരണം പല ആൾക്കാരുടെ ലൈവില് ഞാൻ ടി വിയുടെയും കെ വിയുടെയും ലൈവ് കാണുന്ന ആൾക്കാരാണ്, എന്തോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് VC-യിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന കണ്ടായിരുന്നു നമ്മളെ പറ്റി പലതും നെഗറ്റീവായിട്ട്. പുള്ളിക്ക് വന്ന് സംസാരിച്ച ആളാരെന്ന് എനിക്കറിയാം. പുള്ളി നമ്മുടെ ലൈവ് കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഞാനിവിടെ സംസാരിക്കാൻ അവസരം കൊടുക്കാം. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, മെയിനായിട്ട് ഞാൻ ഓൾറെഡി നിങ്ങൾ കുറേ പേരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈ ഒരു വർഷമായിരിക്കും ടി വിയുടെ അവസാനത്തെ വർഷം. ഇത് ഞാൻ ലൈക്ക് ഇത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ എല്ലാവരും ഇതിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാനിത് ഒഴിവാക്കി വിടും, അല്ലെങ്കിൽ ഞാനിത് നിർത്തും എന്നുള്ള രീതിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓൾറെഡി ഞാൻ ലാസ്റ്റ് വർഷം അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ മെയിൻ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ നിങ്ങളോട്. ഞാൻ ഇത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുക നിങ്ങളുടെ അടുത്ത് പറയണം, ഇതാക്കണം എന്നുള്ളൊരു രീതിയിൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാര്യം, ഒന്നാമത്തെ കാര്യം ഞാൻ എന്തോന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് നാൾ സിറ്റിയിൽ നിന്ന് ഗ്യാപ്പ് എടുത്ത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു RP ആക്റ്റീവ് ആവും ബ്രോ, RP ഇതാവ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ മെയിനായിട്ട് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ടി വിയിൽ കണ്ണാപ്പി ആയിക്കോട്ടെ, ഞാനിപ്പോൾ അവരെ ആയിട്ട് പറയില്ല, അവന്മാരെല്ലാം എൻ്റെ അനിയന്മാരല്ലെങ്കിൽ എനിക്ക് അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ മേളിലോട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പം കണ്ണാപ്പി ആയിക്കോട്ടെ ആരായിക്കോട്ടെ വോട്ടെവർ, ആര് സിറ്റുവേഷൻ എടുത്താലും അതിൽ എൻഡ് ഓഫ് ദ ഡേ ആദ്യം മെൻഷൻ ചെയ്യുന്നത് എൻ്റെ പേരായിരിക്കും. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഞാൻ സിറ്റിയിൽ വരാത്ത സിറ്റുവേഷൻ, ഞാൻ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി ഇല്ലെങ്കിൽ പോലും എൻഡ് ഓഫ് ദ ഡേ അതിൽ എൻ്റെ പേരാണ് ആദ്യം വരുന്നത്. കേട്ടാൽ മതി. അത് ആസ് എ ഗ്യാങ് ലീഡർ എന്നുള്ള രീതിയിൽ എൻ്റെ പേരും അതിൽ, എൻ്റെ പേര് വരുന്നതിനോട് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതിലേക്ക് എൻ്റെ പേരൻസിനെയും ബാക്കിയുള്ളവരെയൊക്കെ ഡ്രാഗ് ചെയ്യുന്നതിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കുറേ ആയിട്ട് സഹിച്ച്.
അപ്പൊ ഈ ഇടയ്ക്ക് റീസെന്റ് ഞാൻ ബാർപ്പിലോട്ട് തിരിച്ചു വന്നപ്പം നിങ്ങൾ എല്ലാവരും എന്നോട് ചോദിച്ച് കുറെ പേര് കമന്റ്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, വാസുണ്ണൻ എന്ത് പറ്റി, പുള്ളി ഭയങ്കര ടോക്സിക് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ രണ്ടിനും ചീത്ത വിളി. ഞാൻ എന്താന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ കുറച്ച് പേരുടെ ഇത് ഞാനിങ്ങനെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. മെയിൻ എക്സാമ്പിൾ പറയാനാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ റിയൽ ലൈഫ് പേര് SNGയിൽ പേരിട്ട ഒരു KVA മെമ്പർ ഉണ്ട്, പഴശ്ശി കൂടെന്നോ അങ്ങനെ എന്തോ ആണ് പുണ്ടച്ചിയുടെ പേര്, മനസ്സിലായോ? ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. മെയിനായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ച് ഇനി ഇങ്ങനെയുള്ളവന്മാരെ ഇങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യാം, വിളിക്കുന്നവന്മാരെ അതുപോലെ തന്നെ തള്ളക്കി തിരിച്ച് വിളിച്ച് സിറ്റിയിൽ കയറാം, ആക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് ഈ ഇടയ്ക്ക് പഴശ്ശി അല്ലല്ലോ, മിസ്റ്റർ ഗോഡ് ആണോ? ഓക്കെ മിസ്റ്റർ ഗോഡ്, പഴശ്ശിയല്ലോ. അപ്പം പഴശ്ശി മിസ്റ്റർ ഗോഡ് ഒന്നനാണോ? പഴശ്ശി മിസ്റ്റർ ഗോഡ് ഒന്നനാണോ? ഒന്ന് പറഞ്ഞു കേസ്, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഇവരുടെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. നോ, അല്ല. അപ്പൊ പഴശ്ശി ബ്രോ, ഐ എം സോ സോറി, നിന്നെ അല്ല ഉദ്ദേശിച്ചത്. മറ്റേ മിസ്റ്റർ ഗോഡ് എന്ന് പറഞ്ഞ പുണ്ടച്ചിയാണ് ഉദ്ദേശിച്ചത്. അവനെയാണ് ഞാൻ പുണ്ടച്ചി എന്ന് വിളിച്ചത്, നിന്നെ അല്ല. സോ സോറി പഴശ്ശി, നിന്റെ അടുത്തല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനാണെങ്കിൽ അപ്പോൾ ഇത് കുറെ ആയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഗൈസ് ഇപ്പം മെയിനായിട്ട് കുറെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ പ്ലേയേഴ്സിന് ഹേറ്റ് കിട്ടുന്നത് TV ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈവ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ നല്ലതിനേക്കാളും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ഇന്നേ വരെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് ഭയങ്കര ശോകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ കുറേ ആൾക്കാരെ അതിനടുത്ത് എനിക്ക് ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. 3-4 ദിവസമായിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ദിവസം ഞാൻ ലൈവ് ഇടാതിരുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് വരുന്നൊരു മെസ്സേജ് ഇതാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എന്താ KVAയിലെ കുറച്ച് ആൾക്കാർ ഈ മിസ്റ്റർ ക്രോമൻ്റൽ, മിസ്റ്റർ ട്രോളന്, ഇവർക്കെല്ലാം ഈ പറയണതുപോലെ എൻ്റെ വീഡിയോസും ക്ലിപ്സും ഒക്കെ അയച്ചു കൊടുത്തിട്ട് ടോക്സിക് ആണ്, പുള്ളി കമ്മ്യൂണിറ്റിയിൽ ഇതുണ്ടാക്കുവാണ്, നാശം ഉണ്ടാക്കുവാണ്, ഇതിനെപ്പറ്റി സ്റ്റോറി ഇടണം എന്ന് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അത് ആള് സുമതി അമ്മായിയാണ്. ഓക്കെ, ഒബ്വിയസ്ലി ഞാൻ പറയാമല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് എൻഡ് ഓഫ് ദി ഡേ ഗൈസ് ഞാൻ പറയട്ടെ, ഇതിനകത്തുനിന്ന് ഇപ്പം എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തി ഞാൻ, മനസ്സിലായോ? ഇതിൽ സന്തോഷം കിട്ടുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിൽ ഞാൻ എത്തി. അപ്പോൾ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതിൽ വന്നത്, അതായത് ഈ RP എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വന്നത് ഒറ്റയ്ക്കാണ്. എനിക്ക് ഒരാളും കമ്മ്യൂണിറ്റി ടാബിലും അല്ലെങ്കിൽ ഒന്നിലും ഇട്ട് തന്നിട്ടല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ ഇപ്പോഴും പറയാം. പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ട് ഞാൻ കാസ്ട്രോയുടെ 1v1 കളിക്കാൻ പോയിട്ടുണ്ട്, അതുണ്ട് എന്നതൊക്കെ. യെസ്, കാസ്ട്രോയുടെ 1v1 കളിക്കാൻ പോയിട്ടുണ്ട്. അവസരം ഞാൻ എൻ്റെ ഇപ്പോഴും ഞാൻ പറയാം, പണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ യൂട്യൂബ് തുടങ്ങിയ ഒരു പകുതിയൊക്കെ ആയിരുന്ന സമയത്ത് ഏറ്റവും ഹൈപ്പിൽ നിന്ന് കാസ്ട്രോയൊക്കെയാണ്. ഗോകുവിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട്. എൻ്റെ ഇത് ഞാൻ പറയാം, RPയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, എന്നെ ഒരു യൂട്യൂബർ എന്നുള്ളൊരു ഇതാക്കിയത് ഗോകുവ. ആ സമയത്ത് പല MRC എന്ന് പറയുന്ന ക്ലാനും ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ക്ലാനും ആ സമയത്ത് നല്ല കേരളത്തിൽ നല്ല എക്സ്പോഷർ ഉണ്ടായിരുന്ന 2 ക്ലാൻസാണ്. അപ്പോൾ മെയിനായിട്ട് അന്നത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ കാസ്ട്രോടൊക്കെ കൂടെ കളിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കാസ്ട്രോട് പറഞ്ഞിട്ടുണ്ട്, കാസ്ട്രോ നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം. അവൻ വന്നു, അവൻ്റെ കൂടെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ കാസ്ട്രോട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മനസ്സിലായോ? ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് വെച്ചിട്ട് ഈ സുമതിയമ്മ എന്ന് പറയുന്ന ആളെൻ്റെ ഇൻബോക്സിൽ ഒരു 100 വട്ടം അയക്കുന്നുണ്ട്. എന്താ കാസ്ട്രോയെ നക്കിയല്ലേ നീ ഇവിടെ വരെ എത്തിയത്, കാസ്ട്രോയെ നക്കിയല്ലേ ഇവിടെ വരെ എത്തിയത്. എനിക്കത് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ഇതെന്താണെന്ന്, മനസ്സിലായി? ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ RP തുടങ്ങുന്നത് 180K സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ്. 180K സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്താണ് ഞാൻ RP തുടങ്ങുന്നത്. അന്നൊരു ചാനലിൻ്റെ വാച്ചിങ് 30-35 ആണ് അന്നത്തെ എൻ്റെ വാച്ചിങ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടുന്ന് കളിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓഡിയൻസ് വന്നു തുടങ്ങി. ഞാൻ പയ്യെ മുന്നോട്ട് പോയി, ഗ്യാങ് ആക്കി, അങ്ങനെ ഓരോന്ന് ചെയ്ത് ഞാൻ ഇവിടെ വരെ എത്തിച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഴിച്ച് നിങ്ങൾക്കിത് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ദയവേത് ഇറങ്ങിപ്പോവാം പ്ലീസ്. ഞാൻ മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഇറങ്ങിപ്പോവാം. ഞാനിത് നിങ്ങളെ വേറെ ഒന്നും ഫീഡ് ചെയ്യാനും, നിങ്ങൾ സെന്റിമെന്റ്സ് ആയിട്ട് ഒന്നും കണക്കാക്കരുത്. അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഒരാളുടെ അടുത്തൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇപ്പോഴേ പറയുക, ഞാൻ പറയണ കാര്യം നിങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ ഇന്നൊന്ന് റെഡി ആവണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതായിരുന്നു എൻ്റെ ഒരു ജേണി. ഇതാണ് എൻ്റെ ഒരു ജേണി. ഇവിടോട്ടുള്ള ജേണി അതായിരുന്നു. ഈ ഒരു ജേണിയിൽ എനിക്ക് കുറേ പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയണ, അല്ലെങ്കിൽ ഞാൻ ഉപദ്രവം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ കമ്മ്യൂണിറ്റി ഇങ്ങനെ ആവാനുള്ള കാരണം ഞാനാണ്
എന്നൊക്കെ ഇപ്പം ക്ലെയിം ചെയ്യുന്ന കുറേ ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്ട്രീമേഴ്സിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കുറേ പേർക്ക് എനിക്ക് ഡിവൈസ് അല്ലെങ്കിൽ PC ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഈ ഒരു ത്രൂ ഔട്ട് ദ ജേണിയിൽ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ എന്താ ചാരിറ്റി സ്ട്രീംസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നേ വരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇന്നേ വരെ ഒരാളുടെ കയ്യിൽ നിന്നും 5 രൂപ പോലും വാങ്ങിച്ച് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു സാധനം നല്ലതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇല്ലാതിരുന്ന സമയത്തും ഉണ്ടാക്കിയ സമയത്തും എല്ലാം, പൈസ ഉണ്ടായിരുന്ന സമയത്തും ഇല്ലാതിരുന്ന സമയത്ത് പോലും നിങ്ങളെ ഒന്നും ഹാം ചെയ്യുന്ന ഒരു സാധനം പോലും ഒരാളുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച് ഇന്നേ വരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ സായിപ്പേ ഉള്ളൂ ബെറ്റിംഗ് ആപ്ലിക്കേഷൻ പോലും പ്രൊമോട്ട് ചെയ്യാത്ത, കുറച്ച് വ്യൂവർഷിപ്പ് വന്നിട്ടും ബെറ്റിംഗ് ആപ്ലിക്കേഷൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്യാത്ത 2 സ്ട്രീമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഉണ്ടാവുള്ളൂ.